സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പട്ടണവാസികൾക്കും സ്വന്തം വീട് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. 2015 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതിനകം രാജ്യത്തെ 92 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി. വീടെന്ന സ്വപ്നം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് കുടുംബാംഗങ്ങളുടെ ജീവിത അന്തരീക്ഷത്തിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതാണ്. കാണാം കൊല്ലത്തു നിന്നുള്ളൊരു റിപ്പോർട്ട്. ദൈവമേ കാത്തുകൊള്ളുന്ന കൈപ്പിടായിരുന്നു ഞങ്ങളെ നാവികന്നി ബബാദിക്ക് രാവികത്തോണിൻ പദം ഒന്നൊന്നാൾ എണ്ണി തൊട്ടിന്നും പൊഴിയൊന്നാൽ നിന്നിടും തെക്ക് പോലുള്ള നിന്നിട സ്വന്തമാകാം. കൊല്ലം കോർപ്പറേഷൻ 14-ാം ഡിവിഷനിൽ വിനിത രാജന്റെയും കുടുംബത്തിന്റെയും ജീവിതാന്തരീക്ഷം ഒരു വർഷം മുൻപ് വരെ ഇങ്ങനെ ആയിരുന്നില്ല. 70 വർഷത്തിലധികം പഴക്കമുള്ള ജീർണിച്ച നീളൻ കടമുറി വീടാക്കിയുള്ള ഇവരുടെ ജീവിതം വളരെ ദുഷ്കരവും അരക്ഷിതവുമായിരുന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ 6 അംഗങ്ങളുള്ള ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീടെന്നത് വിദൂര സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ധനസഹായം ലഭിച്ചത് വീട് നിർമ്മാണത്തിന് തുനിഞ്ഞിറങ്ങാൻ വിനിതയ്ക്കും ഭർത്താവ് സുരേഷ് കുമാറിനും ധൈര്യം പകർന്നു. അതായത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുട്ടികളുമാണ്, പിന്നെ പ്രായം ചെന്ന അച്ഛനും അമ്മയൊക്കെയാണ്. അപ്പോൾ അവർക്കും എല്ലാം ഇങ്ങനെ ഒരു അടച്ചുറപ്പുള്ള വീട് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പദ്ധതി ധനസഹായത്തിനൊപ്പം പല രീതിയിൽ ധനം സ്വരുക്കൂട്ടി മനോഹരമായ ഒരു കൊച്ചു വീട് ഇവർ യാഥാർത്ഥ്യമാക്കി. 2 കിടപ്പുമുറികൾ, അടുക്കള, ശുചിമുറി എന്നീ സൗകര്യങ്ങളുള്ള വീട് കുടുംബാംഗങ്ങളുടെ ജീവിത നിലവാരം അഭിമാനകരമായ വിധം ഉയർത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ആദിത്യന് സൗകര്യപ്രദമായ സ്വച്ഛമായ പഠനാന്തരീക്ഷം പുതിയ വീട്ടിലുണ്ട്. അനുജത്തി ആദിലക്ഷ്മിക്ക് തന്റെ ബാല്യം ഉല്ലാസകരമാക്കാൻ ഉദ്യാനവും ലിവിംഗ് റൂമും ഇടമൊരുക്കുന്നു. ഇപ്പോൾ പുതിയ വീട് കെട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അത് എനിക്ക് ഫ്രണ്ടിലൊരു നല്ല പൂന്തോട്ടവും കളിക്കാൻ സ്ഥലവും കിട്ടി. നേരത്തെ വീട് റോഡ് വീടിൻ്റെ തൊട്ട് അടുത്തായിരുന്നു. നേരെ ഇറങ്ങി കളിക്കാനൊന്നും പറ്റത്തില്ല, വണ്ടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇപ്പോൾ കളിക്കാനൊക്കെ പറ്റും. ഫ്രണ്ടിൽ നല്ല ഗേറ്റും ഇതൊക്കെ വെച്ച് സുരക്ഷിതത്വമായിട്ട് അകത്ത് നിന്ന് കളിക്കാനൊക്കെ പറ്റും. ചുറ്റുമതിലും ഗേറ്റുമുള്ള വീട് കുട്ടികൾക്കും മുതിർന്നവർക്കും നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല. പൊടിക്കുഞ്ഞുങ്ങളും ഞാനും സുഖമില്ലാത്ത ഞാനുമായിട്ട് വളരെയേറെ വിഷമിച്ചു കഴിഞ്ഞത്. റോഡിലോട്ട് നടക്കാക്കത്തില്ല, ഇറങ്ങുന്നത് റോഡ്, വാഹനം കണ്ട ചെല്ലും. ഇതെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ ഒരു കൊച്ചു വീടും വെച്ച് എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി. ഇതെല്ലാം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ധനസഹായമാണ്. പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യമായ പാർപ്പിടം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഇതിനകം രാജ്യത്തെ നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അതിലൂടെ സുരക്ഷിതത്വവും സന്തോഷവും സൗകര്യവും അഭിമാനവും ആത്മവിശ്വാസവും കുടുംബാംഗങ്ങൾക്ക് നൽകാൻ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.